ആദ്യ T20 ലോകകപ്പിൽ തന്നെ സ്വപ്ന സമാനമായ ഒരു ഫൈനൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. ആ ക്ലാസിക് പോരാട്ടത്തിനൊടുവിൽ കിരീടം ചൂടി നിൽക്കുന്ന ഇന്ത്യൻ പടയുടെ ചിത്രം ഇന്നും ഒരാവേശം തന്നെയാണ്. ജോഹന്നാസ്ബർഗിന്റെ മൈതാനത്ത് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പട. ഗംഭീറും യുവരാജും മുത്തപ്പയും രോഹിത്തും അടങ്ങുന്ന കരുത്തരായ ബാറ്റർമാർ. RP സിംഗും ഹർഭജനും ശ്രീശാന്തും ഉൾപ്പെടുന്ന ബൌളിംഗ് നിര. ആദ്യം ബാറ്റിംഗിനിറങ്ങിയത് ഇന്ത്യ. ഗൗതം ഗംഭീറിന്റെ വൺമാൻ ഷോയുടെ ബലത്തിൽ നിശ്ചിത ഓവറിൽ സ്കോർ 5-ന് 157 റൺസ്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന്റെ മുഹമ്മദ് ഹാഫിസിനെയും ഷോയിബ് മാലിക്കിനെയും വൈകാതെ പവലിയനിലേക്ക് മടക്കി. പക്ഷേ മിസ്ബാഹുൽ-ഹക്കിന്റെ ഒറ്റയാൾ പോരാട്ടം ഇന്ത്യക്ക് വെല്ലുവിളിയായി. ഒടുവിൽ ചങ്കിടിപ്പിന് വേഗം കൂട്ടിയ അവസാന ഓവർ. ധോണി വിശ്വസിച്ച് പന്തേൽപ്പിച്ചത് ജോഗിന്ദർ ശർമ്മയെ. ജയിക്കാൻ 6 റൺസ് മാത്രം ശേഷിക്കെ ഓവറിലെ മൂന്നാമത്തെ പന്തിൽ മിസ്ബാഹിന്റെ ട്രേഡ് മാർക്ക് സ്കൂപ്പ് ഷോട്ട്. അത് ചെന്ന് വിശ്രമിച്ചതാകട്ടെ ശ്രീശാന്തിന്റെ കരങ്ങളിലും. കിരീടത്തിളക്കത്തിന് മലയാളി ടച്ച്. പിന്നീടൊരു T20 ലോകകപ്പ് കൂടി ഉയർത്താൻ ഇന്ത്യക്കായിട്ടില്ല. 2009, 2010, 2012 വർഷങ്ങളിൽ സെമി പോലും കാണാതെ പുറത്ത്. 2014 ഫൈനലിൽ ശ്രീലങ്കയോട് 6 വിക്കറ്റിന്റെ തോൽവി. 2016 സെമിയിൽ പ്രവേശിച്ചെങ്കിലും വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റു. 2022 സെമിയിൽ ഇംഗ്ലണ്ടിനോടേറ്റ തോൽവിയുടെ പ്രഹരം ഇപ്പോഴും ബാക്കി. പക്ഷേ ഇത്തവണ സ്ഥിതി അങ്ങനല്ല. ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിയുടെ ആഘാതം മാറ്റാൻ ഇന്ത്യക്ക് ഈ T20 കിരീടം അനിവാര്യമാണ്. പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം. അരീഷ പവാർ, സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.